വളരെ സന്തോഷമുള്ള ദിവസമാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു. രണ്ടുപേർക്കും ഹാപ്പി മാരേജ് ലൈഫ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് തുടങ്ങാം. ഈ എബിയോട് അടുത്ത് ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോകുമ്പം അടുത്ത് വന്നിരിക്കുന്ന, റോഡ് ക്രോസ് ചെയ്യുമ്പം കൈ പിടിക്കുന്ന ഒരു ഭർത്താവാണോ എബി? അതെ അതെ, കഴിഞ്ഞ 10 വർഷമായിട്ട്, കഴിഞ്ഞ 9 വർഷമായിട്ട്, കല്യാണത്തിന് മുന്നേ തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഇന്റർവ്യൂ തന്നെ അതൊക്കെ മില്യനാണ് പോയേക്കുന്നത്. അതിന്റെ കമന്റ്സ് ഉണ്ടായിരുന്നു, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. വായിക്കാറുണ്ടോ കമന്റ്സ് ഒക്കെ? വായിച്ചിരുന്നു. ഓക്കെ, നമുക്ക് ഈ 10 വർഷം പുറകോട്ട് പോവാം. ഇതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതും എങ്ങനെയാണ്? ഫസ്റ്റ് ആയിട്ടാണോ? എന്താണ് കഥ? ഞാൻ പറയണോ താൻ പറയൂ? ഇല്ല, താൻ പറഞ്ഞു. ഞാൻ BA ഭരതനാട്യം പഠിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഡാൻസിൻ്റെ ഒരു സോങ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടാണ് ഞാൻ എബീനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഫേസ്ബുക്ക് വഴിയിട്ടാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കൊന്ന് ഒരു സോങ് ഒന്ന് ചെയ്തു തരാമോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു മൂന്നാമിടം ഷോർട്ട് ഫിലിം പാവാട കഴിഞ്ഞിട്ട് എബി ചെയ്ത സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു മൂന്നാമിടം ഷോർട്ട് ഫിലിം നല്ല പാട്ടാണ്, നല്ല സ്കോറാണ്, അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എബീനെ ആദ്യമായിട്ട് മെസ്സേജ് ഇടുന്നത്. നോ മൈൻഡ്. ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് റിപ്ലൈ തന്നു. അപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കൂട്ടിക്കെട്ടി പോയി ആ സമയത്ത്. ഞാൻ പറഞ്ഞു, ചേട്ടാ കഴിഞ്ഞു, എനിക്ക് ഇപ്പം ആയിരുന്നില്ല, നേരത്തെ ആയിരുന്നു വേണ്ടിയിരുന്നത്. ആണോ, സോറി, എനിക്ക് വർക്കിൻ്റെ കുറച്ച് തിരക്കായിട്ട്. ആ ശരി ചേട്ടാ, ഓക്കെ ബൈ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി. അതിന് പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്തു, ഇനിയെങ്കിലും എനിക്കൊന്നൊരു അവസരം തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നോക്കാം എന്ന് പറയുന്നതല്ലാതെ എപ്പം മെസ്സേജ് അയച്ചാലും ഒരു മാസം കഴിഞ്ഞ് റിപ്ലൈ പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു വലിയ മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതേസമയം വാട്സാപ്പോ എന്തെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഇതായിരുന്നു. അന്ന് ഞാൻ നമ്പറും ചോദിച്ചില്ല. പിന്നെയാണ് അതൊരു സൗഹൃദമായതും. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ആ സൗഹൃദം പിന്നെ ഒരു ഇഷ്ടത്തിലേക്ക് മാറിയതും. ആദ്യം ഒരു നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ. എനിക്കൊരു പാവാടയ്ക്ക് ശേഷവും ഗ്രേസ് സിനിമയിൽ വന്നതിന് മുന്നേയാണ്, 2015-ലാണ്. അതെ 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 അതെ, ഹാപ്പി വെഡിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഹാപ്പി വെഡിങ് 2016-ലാണ്. അതെ അതെ അതെ, ചെയ്തത് 2015-ഉം റിലീസ് ആവുന്ന 16-ആണ്. എനിക്ക് വർഷമൊക്കെ വളരെ മോശമാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. 2016-ലാണ് ഞങ്ങള് ഹാപ്പി വെഡിങ് കഴിഞ്ഞു തോന്നുന്നു ആ സമയത്ത്. കഴിഞ്ഞു. അദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്ത ഫ്രണ്ടിനോടായിരിക്കും എപ്പോഴും നന്ദി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അവളെ ഞാൻ ഇരുത്തി നോക്കുന്നുണ്ടാവും ഇപ്പൊ. ഇത് എങ്ങനെ ഇതിപ്പം സൗഹൃദം പ്രണയത്തിലേക്ക് വഴി മാറുന്നു എന്നുള്ള, അപ്പം ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ല, പരസ്പരം ഫ്രണ്ട്സായി അറിഞ്ഞ്. ഇതാരാ ആദ്യം പറഞ്ഞതാരാ? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്ക് ഭയങ്കര എന്താണ്, ചിലപ്പോ പൈങ്കിളിന്നൊക്കെ ഇല്ല, അങ്ങനെ ഒരു ഭയങ്കര പ്രേമിച്ച് നടക്കൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. എബി ഭയങ്കര പ്രാക്ടിക്കൽ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ പ്രേമിച്ച് നടക്കാനുള്ള സമയം എബിക്കില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എബിക്ക്. അപ്പം നമ്മളിങ്ങനെ ഒരു കാമുകൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയൊക്കെ ഒന്നും എബിയിൽ പ്രതീക്ഷിക്കരുത് എന്നുള്ളത് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയത് നല്ലൊരു സുഹൃത്തായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും അടുത്തേക്ക് ചെന്നാൽ നമുക്കൊരു സ്പേസ് തരുന്ന ഒരാളാന്നുള്ളതാണ് എനിക്ക് ആദ്യം ഞാൻ അട്രാക്ട് ആയത് എബിയിൽ. അപ്പൊ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അടുപ്പം വരുമല്ലോ ഈ ഒരു വ്യക്തിയായിട്ട്. പിന്നെ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ആസ് എ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നാൽ പിന്നെ ഒരു ലൈഫിലും ഇയാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് കൈ പിടിക്കാൻ ഒരാൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പതിയെ ഞാൻ തന്നെയാണ് എബിനോട് ഇൻട്രസ്റ്റ് പറഞ്ഞത്. ഞാൻ അന്നേരം ആലോചിച്ചപ്പോൾ ഗ്രേസിന് ഇങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാനുള്ള ഒരു പ്രായമുണ്ടോ, പക്വതയുണ്ടോ എന്നൊക്കെയുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. അപ്പം എന്ന് വെച്ചാൽ അന്നേരം എനിക്കൊന്ന് 19-20 ഇയേഴ്സ് എന്താ ഗ്രേസിന് പ്രായമുള്ളൂ. അപ്പം ഞാൻ ഗ്രേസിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, നമുക്കൊരു വർഷം ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഒരു സീരിയസ് ഇതിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് 3-ാമത്തെ 4 ദിവസം ഞാൻ ഓക്കെ ഐ ലവ് യു. ഭയങ്കര പ്രാക്ടിക്കൽ.
ആ 4 ദിവസം എന്താണ് അത് ഒരു വർഷം വേണ്ടി എന്നെ പെട്ടെന്ന് പറയാനുള്ള നമ്മളോടാ കാരണം കളി. അന്നേരം എങ്ങനെ സ്നേഹം അങ്ങ് വരിഞ്ഞങ്ങ് ഒഴുകിയില്ലേ. അപ്പം ശരിക്കും ഈ കാമുകന്മാരെന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം എത്ര തവണ വിളിച്ചിട്ടുണ്ട് ഏറ്റവും മാക്സിമം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, അതാ ഞാൻ കോളേജിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിച്ചേ. അപ്പോൾ നമുക്ക് ഫോൺ കയ്യിൽ കിട്ടുക അല്ലെങ്കിൽ അതിൽ എപ്പോഴും വിളിക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും എമർജൻസി വന്നാൽ ഒരു ദിവസം മെസ്സേജ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതാ ഞാൻ പറഞ്ഞ ടിപ്പിക്കൽ ഒരു കാമുകൻ്റെ ആയിട്ടുള്ള യാതൊരു സംഭവങ്ങളും നമുക്കിടയിൽ ആ സമയത്ത് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ നമ്മൾ പാരൻസ് അറിഞ്ഞ് അവരുടെ ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. അതായത് അവരുടെ പെർമിഷൻ കിട്ടിയിട്ട് സ്നേഹിക്കാന്നുള്ളതല്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു കൊള്ളാം, ഇയാളെ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യമായിട്ട് സ്നേഹിക്കാം എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്തത് അപ്പോഴാണ്. അതിനുശേഷമാണ് പിന്നെ കോൾസ് ഒക്കെ. അത് വീട്ടുകാരോട് പറഞ്ഞു പോയി, ഇനി മാറ്റാനും പറ്റില്ല, പെട്ടുപോയി എന്നൊക്കെ പെടുത്തിയതാണ് എന്നെ. ഇത് നാളെ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ എടുത്തത് ഞാൻ പെട്ടുപോയി പെടുത്തി കളഞ്ഞു. ഈ വീട്ടില് എങ്ങനെയാ അവതരിപ്പിച്ചേ? വീട്ടില് എന്ത് രസം ചോദിക്കാം, പറ. ഇല്ല, വീട്ടിൽ എന്നെ അമ്മ പൊക്കിയതാ. ഞാൻ ഫോൺ ചെയ്യണത് കേട്ടു അമ്മ. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു ആരെയാണ് ഫോൺ ചെയ്യണത്, ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ ഒരു സെക്കൻഡ് വരെ ഞാൻ പിടിച്ചു നിന്നില്ല. അപ്പൊ തന്നെ എനിക്കിങ്ങനെ ഒരാൾ ഇഷ്ടമാണ്, ഇങ്ങനെ ഇതാണ് ബിടോം സിറിയക് എന്നാണ് പേര്. അപ്പൊ അമ്മ ഇങ്ങനെ നിൽക്കും അമ്മ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ അപ്പൊ തന്നെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു, ഫോട്ടോ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എബി ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ നല്ലൊരു ഫോട്ടോ അയച്ചു തന്നു. പോയി കാണിച്ചു കൊടുത്താണ് ബിടോം സിറിയക്, ഇങ്ങനെ വാഴക്കാലയിലാണ് വീട്, അപ്പൻ സിറിയക്, അമ്മ ഇത്, അനിയത്തി ഇത്, ഇന്നാണ് ജോലി എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു അമ്മ. അപ്പൊ തന്നെ എന്നാ നാളെ വന്ന് അപ്പച്ചിയോട് കാണാൻ പറയും എന്ന് പറയും, അപ്പച്ചിയെ കാണാൻ പറയും എന്ന് പറയും, അതായത് എൻ്റെ ഫാദറിനെ. ഞാൻ അപ്പം തന്നെ വിളിച്ചിട്ട് അമ്മ പൊക്കി, വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് അപ്പയും അമ്മയും കാണാൻ വരാമോ എന്ന് ബേബി. പതുക്കെ സ്ലോലി എന്താ സംഭവം എന്താ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നാളെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ബേബി നീ സാവധാനം. അപ്പം ഞാൻ ഇങ്ങനെ ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അതിന് ഫാദറിന് നമ്പർ കൊടുത്തു. തൊട്ടടുത്ത ദിവസം ഇവർ ഒരു കോഫി ഷോപ്പിൽ പപ്പയും അമ്മയും പോയി എബിയെ മീറ്റ് ചെയ്തു. ഇനി ബാക്കി എബി പറയട്ടെ. ഒന്നുമില്ല, എനിക്ക് മുളന്തുരുത്തിയില് ബേക്കറിയുടെ പേര് ഞാൻ മറന്നുപോയി. അവിടെ വെച്ചാൽ കാണുന്നത്. അവിടുന്ന് ഇങ്ങനെ രണ്ടുപേരും എന്നെ വന്ന് കണ്ടപ്പോഴേ ഭയങ്കര ചിരിച്ചു. അപ്പൊ ഞാൻ എന്തായിരിക്കും ഇവരുടെ റെസ്പോൺസ് അറിയത്തില്ല. ഭയങ്കര, കാരണം അമ്മ ഈ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ബാക്കിൽ സംസാരിക്കുന്നുണ്ട്. അമ്മയൊക്കെ ഭയങ്കര ഇത്തിരി ബാസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ്, ഭയങ്കര സീരിയസ് സൗണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചാ പോകുന്നത്. അപ്പം എന്നെ കണ്ടപ്പോ തന്നെ രണ്ടുപേരുടെയും ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പകുതി ആശ്വാസമായി. പിന്നെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്കും അപ്പച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ? അതായത് നാളെ കല്യാണം എന്നുള്ള രീതിയിൽ. അയ്യോ, ഞാൻ പറഞ്ഞു എന്റെ അപ്പച്ചി ഇതെന്താ ഇത്, അങ്ങനൊന്നും ഇല്ല അയ്യേ. അത് പെട്ടെന്ന് പിന്നെ അത് ഭയങ്കര ജെല്ലായി ഇവര് തമ്മില്. ഇവര് വീട്ടിൽ വന്ന് കയറി ഭയങ്കര ചിരിച്ച് ഭയങ്കര കൂളായപ്പോ ഞാനിനി പൊട്ടനാണോ, ഇവര് എന്നെ പൊട്ടനാക്കണാണോ? ഞാൻ ഡെബി വിളിച്ച് എന്ത് പറ്റി? അവരൊക്കെയാണ്, അവര് സെറ്റാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കണത്. നമ്മള് വീട്ടിൽ അടി ഇടി ഇതൊക്കെയാണ് പ്രതീക്ഷിക്കണേ. പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ചതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. രണ്ട് ഫാമിലി ആയിട്ട് ഭയങ്കര ജെല്ലായി. അവരങ്ങ് ഉറപ്പിച്ചു. അതൊരു 8 വർഷം മുന്നേ. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് സിനിമയുടെ ഒക്കെ നമ്മളിപ്പോ 9ാമത്തെ വർഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ 8 വർഷം സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാ. അതാ ഞാൻ പറയുന്നത്, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇതെല്ലാം സെറ്റായി. പിന്നെ അങ്ങോട്ടേക്ക് നല്ലൊരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. ഫാമിലീസും തമ്മിലും ആ സമയം കൊണ്ട് തന്നെ നല്ല, കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഫാമിലീസും തമ്മിലും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എല്ലാവരോട് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകും. അങ്ങനെ ഒരു ഭയങ്കര ജെല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിന്റെക്കാളും ഓപ്പോസിറ്റ് ആയിട്ട് അവരെ തമ്മിൽ ഭയങ്കര നല്ലൊരു സൗഹൃദം. ഈ മല പോലെ വന്ന് എലി പോലെ